ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് വെബ് സർവീസസ് ആണ്. സോ ഇവിടെ നമുക്ക് വെബ് സർവീസസും മൈക്രോ സർവീസസും തമ്മിലുള്ള ഒരു കുട്ടി കമ്പാരിസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെബ് സർവീസസ് എന്ന് പറയുന്നത് അതൊരു ഇൻ്റർനെറ്റ് ബേസ്ഡ് ഇൻ്റർഫേസ് ആണ്. എന്തിനാണ്? ഒരു ആപ്ലിക്കേഷൻ്റെ സർവീസസ് നമുക്ക് എടുക്കാനായിട്ട് ഓൺ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ്. മൈക്രോ സർവീസ് എന്ന് പറയുമ്പോഴത്തേനും അതൊരു ഇൻഡിപെൻഡൻറ്റ് ആപ്ലിക്കേഷനാണ്. അതായത് ഒരു വലിയ ആപ്ലിക്കേഷൻ്റെ ഒരു കുട്ടി പാർട്ടാണ് മൈക്രോ സർവീസസ് എന്ന് പറയുന്നത്. ഇത് മോഡുലാരിറ്റി ഉള്ളതാണ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡെവലപ്ഡ് ആൻഡ് ഡിപ്ലോയിഡ് ഇൻഡിപെൻഡൻ്റ്ലി. ഇവർ തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് വെബ് സർവീസിന് നെറ്റ്വർക്ക് വേണം. ഓക്കെ, ഇപ്പോൾ വേൾഡ് വൈഡ് വെബ് പോലെ നമുക്കൊരു വെബ് സർവീസസ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു നെറ്റ്വർക്ക് ആവശ്യമുണ്ട്. എന്നാൽ മൈക്രോ സർവീസസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കൊരു ലാർജ് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രെയിം വർക്കിൻ്റെ അകത്ത് നിന്നാണ് ഈ ഒരു മൈക്രോ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഡെഫിനിഷൻസും കൂടെ നോക്കി പോകാം. മൈക്രോ സർവീസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്മോൾ ഓട്ടോണോമസ് ആപ്ലിക്കേഷൻ. അതൊരു സ്പെസിഫിക് സർവീസ്, ഒരു ഒറ്റ സർവീസ് മാത്രമാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. വെബ് സർവീസ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ബാക്കിയുള്ള ആപ്ലിക്കേഷനിലോട്ട് എത്തിക്കാനായിട്ടാണ് നമ്മൾ വെബ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ മൈക്രോ സർവീസ് ആപ്ലിക്കേഷൻ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോഴത്തേനും രണ്ടെണ്ണത്തിൻ്റെ ആപ്ലിക്കേഷൻ ആർക്കിടെക്ചർ മോഡുലർ ആണ്. ആൻഡ് ഇവിടെ മൈക്രോ സർവീസസിൻ്റെ കാര്യം വരുമ്പോഴത്തേനും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുറേ മൈക്രോ സർവീസസിനെ നമ്മളിവിടെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് യൂസിങ് APIs. മൈക്രോ സർവീസ് ആ നെയിമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ഓരോ ഇൻഡിവിജ്വൽ ഇൻഡിപെൻഡൻറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നാൽ വെബ് സർവീസസ് എന്താണ് ചെയ്യുന്നത്? അവർ പല ആപ്ലിക്കേഷൻ ഈ ഒരു ആർക്കിടെക്ചറുമായിട്ട് കംപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷൻസിനെ ഗ്രൂപ്പ് ചെയ്യുകയും അതിനെ ഇൻ്റർകണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്ന ടോപ്പിക് ഇസ് API. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്. ബേസിക്കലി API എന്ന് പറയുന്നത് മെക്കാനിസംസ് ആണ്. രണ്ട് കോമ്പോണൻസിനെ കണക്ട് ചെയ്യാനും അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു മെക്കാനിസമാണ്. അപ്പം ഇതിനായിട്ട് ഒരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾസും സെറ്റ് ഓഫ് ഡെഫിനിഷൻസും നമുക്ക് കാണും. അപ്പം ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് ഫോമാറ്റിലാണ്. അതായത് എനിക്കിപ്പം ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലോട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് എനിക്ക് തിരിച്ച് റെസ്പോൺസ് കിട്ടുന്നു. API എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അഗെയിൻ ക്ലയൻറ്റ് സെർവർ ഒരു ആർക്കിടെക്ചറാണ് API ഫോളോ ചെയ്യുന്നത്. ഇവിടെ ക്ലയൻറ്റിന് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ ക്ലയൻറ്റിൽ നിന്ന് കൊടുക്കുന്ന റിക്വസ്റ്റ് തിരിച്ച് നമുക്ക് സെർവറിൽ റിസീവ് ചെയ്യും, സെർവർ തിരിച്ച് റെസ്പോൺസ് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു കൊടുത്തേക്കുന്ന എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡേറ്റാബേസസ്, വെദറിൻ്റെ ഡേറ്റാബേസ് സെർവർ ആണെന്നുണ്ടെങ്കിൽ മൊബൈൽ ആപ്പ് ക്ലയൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡേറ്റാബേസിൽ നിന്നും ഡേറ്റ റിട്രീവ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ഇവിടെ ഒരു APIയുടെ ഫങ്ഷനിങ് ഇവിടെ ഇവർ പറയുന്നത്. നമുക്ക് പല ഡിഫറെൻറ്റ് ടൈപ്സ് APIs ഉണ്ട്. സോ നമ്മളുടെ ബിസിനസ് സ്ട്രക്ചറിനനുസരിച്ച് ഏതാണ് ആവശ്യം എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു API ഏത് വേണം എന്നുള്ളത് ചൂസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് SOAP API ആണ്. SOAP API എന്ന് പറയുന്നത് സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോകോൾ. എഗെയിൻ ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് വളരെ സിമ്പിൾ ഒബ്ജക്ട്സിനെ മാത്രം ആക്സസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവം. ക്ലയൻറ്റ് സെർവർ എക്സ്ചേഞ്ച് മെസ്സേജസ് യൂസിങ് XML. അപ്പോൾ അത് ലെസ് ഫ്ലെക്സിബിൾ ആയിരിക്കും. നമ്മളുടെ റിക്വയർമെൻറ്റ് എത്ര നാരോ ആണെങ്കിൽ മാത്രമേ SOAP APIs നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. റിമോട്ട് പ്രൊസീജിയർ കോൾസിനും APIs ഉണ്ട്. വെബ് സോക്കറ്റ് APIs ഉണ്ട്. അപ്പോൾ വെബ് സോക്കറ്റിന് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് JSON ഒബ്ജക്ട്സ് ആണ്. അതായത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ. ആ ഒരു സംഭവത്തിൻ്റെ JSONൻ്റെ ഒബ്ജക്ട്സ് ആണ്. ഇത് യൂഷ്വലി സ്ട്രക്ചേർഡ് ആയിരിക്കും ടു പാസ് ദ ഡേറ്റ. ഇവിടെ നമുക്ക് 2-way കമ്മ്യൂണിക്കേഷൻ വരും. ഓക്കെ, അതായത് ക്ലയൻറ്റും സെർവറും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷന് ഈ ഒരു വെബ് സോക്കറ്റ് API സപ്പോർട്ട് ചെയ്യും. അടുത്തത് REST API. REST API എന്ന് പറയുന്നതാണ് യൂഷ്വലി കോമൺ. അതാണ് കൂടുതൽ ഫ്ലെക്സിബിളാണ്. അപ്പം അതാണ് നമ്മളിപ്പം യൂസ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഇഗെയിൻ നമ്മളുടെ ആ ഒരു യൂഷ്വൽ ക്ലയൻറ്റ് സെർവർ ഫോർമാറ്റ് തന്നെയാണ്. ഡേറ്റയ്ക്ക് വേണ്ടി റിക്വസ്റ്റ് സെർവറിലോട്ട് കൊടുക്കുന്നു, സെർവർ ഫങ്ഷൻ ചെയ്തിട്ട് ഔട്ട്പുട്ട് ഡേറ്റ ക്ലയൻറ്റിലോട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ എന്താണ് 2-way കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവും. ഇവിടെ എന്താണ് അറ്റ് എ ടൈമിൽ ഒരാളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് API ഗേറ്റ്വേസ് ആണ്. API ഗേറ്റ്വേ എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ നമുക്ക് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യാനായിട്ടുള്ള ഒരു ഗേറ്റ്വേ ആണ്. സോ ബേസിക്കലി ഇവിടെ ഒരു സിംഗിൾ പോയിൻ്റ് ഓഫ് എൻട്രി ആയിട്ടാണ് ഇത് എനാക്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഈ ഒരു API ഗേറ്റ്വേ എന്ന് പറയുന്നത് റൂട്ടിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതായത് എനിക്കിപ്പം ഇവിടുന്ന് ഒരു റിക്വസ്റ്റ് വന്നു എന്ന് വിചാരിക്കും. ഇപ്പം എൻ്റെ ഗേറ്റ്വേ ആണ്, ഓക്കെ, ഇവിടെ എൻ്റെ ഗേറ്റ്വേ ആണ്, API ഗേറ്റ്വേ ആണ് ഇവിടെ ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, എനിക്ക് എൻ്റെ സർവീസ് 1 A ഉണ്ട്, എനിക്ക് B ഉണ്ട്.
സോ എനിക്ക് എങ്ങോട്ടാണ് ഇത് പോകേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് വന്നു. അപ്പം എൻ്റെ റൂട്ടിങ്ങിനനുസരിച്ച് ഇപ്പോൾ എനിക്ക് എയിലോട്ടാണ് എൻ്റെ ഈ ഒരു റിക്വസ്റ്റ് പാസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് പാസ് ചെയ്യാനും ഈ വന്നിരിക്കുന്നത് പക്ക പോളിസി ഫോളോ ചെയ്തിട്ടാണോ അല്ലയോ എന്നുള്ളതൊക്കെ നമ്മളിവിടെയാണ് ഫൈനൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ API ഗേറ്റ്വേ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് അഡീഷണൽ മൈക്രോ സർവീസസ് എന്ന് പറയുന്നത്. മൈക്രോ സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ഇൻഡിവിജ്വൽ സർവീസസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കൂട്ടിയാൽ മതി. ഒത്തൻറ്റിക്കേഷൻ, ഓത്തറൈസേഷൻ, മോണിറ്ററിങ്, ലോഡ് ബാലൻസ്, റെസ്പോൺസ് ഹാൻഡ്ലിംഗ്, ഓഫ് ലോഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് to the infrastructure layer and help the developers on focusing on the core of the business logic. So more or less ഇത്രയും ഫങ്ഷണാലിറ്റീസ് API ഗേറ്റ്വേ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും എക്സ്ട്രാ അഡീഷണൽ സ്ട്രെസ് വന്നാൽ മെയിൻറ്റെയിൻ ചെയ്യാനുമൊക്കെ API ഗേറ്റ്വേനെ കൊണ്ട് സാധിക്കും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വെബ് സർവീസസ് ഒത്തൻറ്റിക്കേഷനാണ്. സോ ഒത്തൻറ്റിക്കേഷനായിട്ട് അപ്പോൾ ഒത്തൻറ്റിക്കേഷൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ആർക്ക് വേണോ വന്ന് ഡേറ്റ ആക്സസ് ചെയ്യാനോ ഡേറ്റ മോഡിഫൈ ചെയ്യാനോ പറ്റരുത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് പല മെത്തേഡ്സ് ഓഫ് ഒത്തൻറ്റിക്കേഷൻ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ യൂഷ്വലി വെബ് സർവീസസിൽ യൂസ് ചെയ്യുന്ന ഒത്തൻറ്റിക്കേഷനിൽ ഇപ്പം ഇവിടെ ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടും API ഒത്തൻറ്റിക്കേഷൻ മെത്തേഡ്സ് ആണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് HTTP ബേസ്ഡ് ഒത്തൻറ്റിക്കേഷൻ. സോ HTTP ഒത്തൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ബേസ് ലെവലിലുള്ള ഒരു ഒത്തൻറ്റിക്കേഷനാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ചെയ്യുന്നത്? നമുക്കൊരു ലോക്കലി ഡിറൈവ്ഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഉണ്ട്. അത് ബേസ് 64 എൻകോഡഡ് ആയിരിക്കും. സോ ഇത് നമ്മളുടെ HTTP ഹെഡറിൽ നമ്മൾ HTTP ഹെഡറിലായിരിക്കും ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് HTTP ഹെഡർ യൂസ് ചെയ്തിട്ടായിരിക്കും ഒത്തൻറ്റിക്കേഷൻ പോസിബിൾ ആക്കുന്നത്. ഹിയർ വി ഹാവിങ് a username and password and using HTTP header നമ്മൾ ഈ ഒരു ക്രെഡൻഷ്യലിനെ വാലിഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് API ആക്സസ് ടോക്കൺ. ഇപ്പം API കീസ് അല്ലെങ്കിൽ യൂണീക്ക് ഐഡൻറ്റിഫയേഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു ടോക്കൺസ് യൂസ് ചെയ്തിട്ടായിരിക്കും, ടോക്കൺസിനെ മാച്ച് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു ഗേറ്റ്വേയുടെ കാര്യം പറഞ്ഞിരുന്നാൽ API ഗേറ്റ്വേ. ഇപ്പോൾ API ഗേറ്റ്വേയിലോട്ട് എത്താനായിട്ട് നമുക്ക് വേണമെന്നുണ്ട് ഇവിടെ ഒരു ഒത്തൻറ്റിക്കേഷൻ ചെയ്യാം. ഓക്കെ, ഒത്തൻറ്റിക്കേഷൻ ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നത്? റോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗേറ്റ്വേയുടെ അത്രയും എത്തത്തില്ല. ഇനി അടുത്തത് OAuth വിത്ത് OpenID. സോ OAuth എന്ന് പറയുന്നത് ഒരു ഓത്തറൈസേഷൻ സർവീസാണ്. ഓക്കെ, അതോറിറ്റി കൊടുക്കുന്നൊരു സംഭവമാണ് OAuth എന്ന് പറയുന്നത്. OAuth OpenIDയും വെച്ച് കമ്പൈൻ ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു ഒത്തൻറ്റിക്കേഷൻ ആൻഡ് ഓത്തറൈസേഷൻ മോഡ്യൂളാണ് കിട്ടുന്നത്. ബിക്കോസ് OpenID എന്ന് പറയുന്ന ഒത്തൻറ്റിക്കേഷൻ മെക്കാനിസമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഉള്ളപ്പോഴത്തേനും ഒത്തൻറ്റിക്കേഷനും ഓത്തറൈസേഷനും രണ്ടും നമുക്ക് പോസിബിൾ ആയിരിക്കും. ഇനി അടുത്തത് SAML ഫെഡറേഷൻ ഐഡൻറ്റിറ്റി, അതായത് സെക്യൂരിറ്റി അസേർഷൻ മാർക്കപ്പ് ലാംഗ്വേജ്, അതാണ് SAML വരുന്നത്. SAMLനെ നമുക്ക് SSO സിംഗിൾ സൈൻ ഓൺ ഓപ്പറേഷൻ നമ്മൾ കൊടുത്തു എന്നുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. സോ കുറേ വലിയ ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ പല ഓർഗ്സിലോട്ട് അറ്റ് എ ടൈം കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും യൂസർ നെയിം ആൻഡ് പാസ്വേഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫെഡറേഷൻ ID വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഒരു കമ്പനിയിൽ ഒരു യൂസർ ID പോലെ പറയത്തില്ല, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് SSO യൂസ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് SAMLും SSO യൂസ് ചെയ്ത് പക്ക ഒത്തൻറ്റിക്കേറ്റഡ് എൻട്രി ആയിരിക്കും അത്. ഇനി നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത്രയും API ഒത്തൻറ്റിക്കേഷൻ മെത്തേഡ്സ് ഉണ്ട്, ഇതിൽ ഏതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ പല API മെക്കാനിസംസ് ഉണ്ടെങ്കിൽ കൂടി നമ്മൾക്ക് ഏതാണ് ആപ്റ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർ ഏത് ഒത്തൻറ്റിക്കേഷൻ എത്ര ലെവൽ സെക്യൂരിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. ആൻഡ് ഏത് മെത്തേഡാണ് നമ്മളുടെ ഓർഗനൈസേഷൻ വിത്ത് റെസ്പെക്ട് ടു മാച്ച് ആവുന്ന, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ അനുസരിച്ച് മാച്ച് ആവുന്നതെന്നുള്ളതും ഫൈനൽ ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു കൺക്ലൂഷനിൽ എത്തിപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ടോക്കൺ ബേസ്ഡ് ഒത്തൻറ്റിക്കേഷൻ ഫോർ വെബ് APIs. ടോക്കൺ ബേസ്ഡ് ഒത്തൻറ്റിക്കേഷൻ ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് നമുക്കറിയാം, ടോക്കൺസ് വെച്ചിട്ടാണ് നമ്മളിവിടെ യൂസറിൻ്റെ ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ എനിക്കിപ്പം എൻ്റെ ക്ലയൻറ്റ് എൻ്റെ ഒരു സർവീസ് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇപ്പോൾ എനിക്കൊരു ഡേറ്റ വേണം, യൂസർ ഡേറ്റ വേണമെന്ന് വിചാരിക്കുക. സോ ഈ ഒരു യൂസർ ഡേറ്റയ്ക്കായിട്ട് ഇവിടുന്ന് ഞാനൊരു ടോക്കൺ റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ ഓത്തറൈസേഷൻ സെർവറിൽ നമ്മൾ നോക്കുകയാണ് ഇവർ ഈ റിക്വസ്റ്റ് ചെയ്ത ആൾ കറക്റ്റാണോ, ഇപ്പോൾ യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസോഴ്സ് സെർവറിൽ വിത്ത് റെസ്പെക്ട് ടു നമ്മളൊരു ടോക്കൺ കൊടുക്കും. സോ ഈ ഒരു ടോക്കൺ എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ടൈമിന് മാത്രമേ കാണത്തുള്ളൂ. ആൻഡ് ഈ ഒരു ലിമിറ്റഡ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ടോക്കൺ എക്സ്പയർ ആവും. അപ്പം ഇതിന് നമുക്ക് വേറെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ OTP ആണ്.
ഓക്കെ, OTPയിൽ എന്താണ് നടക്കുന്നത്? നമ്മളിപ്പോൾ ഒരു യൂസറിൻ്റെ അടുത്ത് ഡേറ്റ കൊടുത്തു, അപ്പോൾ ഒരു 30 to 60 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് ഈ സെഷൻ ടൈം ഔട്ട് ആവും. അതായത് ഈ ഒരു സെഷൻ എക്സ്പയർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു OTP അടിച്ച് കയറാനുള്ള ഒരു ആക്സസ് നിർത്താണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ടോക്കൺ ബേസ്ഡ് ഒത്തൻറ്റിക്കേഷനിൽ ടോക്കൺ സ്റ്റേറ്റ്ലെസ് ആണ്. അതായത് യൂസറിൻ്റെ ഒരു ഇൻഫർമേഷനും ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല. ഇത് പക്ക ഒരു ക്രിപ്റ്റോഗ്രഫി ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് നമ്മൾ ഒരു സെഷൻ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളൊരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യും. ആ സെഷൻ അവിടെ എൻഡ് ചെയ്താൽ ഈ ഒരു ടോക്കൺ ഡിസ്ട്രോയ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം സേവ് ചെയ്യാനും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സെക്യൂരിറ്റി കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാനായിട്ട് നമുക്കിവിടെ സാധിക്കും. ടോക്കൺ ബേസ്ഡ് ഒത്തൻറ്റിക്കേഷൻ്റെ വർക്കിംഗ് ആണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പാർട്ട് ഇസ് എ റിക്വസ്റ്റ്. അപ്പം യൂസർ എന്താണ് ചെയ്യുന്നത്? യൂസർ ആദ്യമേ ഒരു ലോഗിൻ ക്രെഡൻഷ്യൽസ് കാണും അല്ലേ, യൂസർ നെയിം, പാസ്വേഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു റിക്വസ്റ്റ് വിടും. അപ്പം ഈ ഒരു റിക്വസ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ ക്ലയൻറ്റ് ടു സെർവർ കണക്ഷൻ്റെ ക്ലയൻറ്റിൽ നിന്നും ഒത്തൻറ്റിക്കേഷൻ സെർവറിലോട്ടാണ് ഈ ഒരു റിക്വസ്റ്റ് പോകുന്നത്. ഒത്തൻറ്റിക്കേഷൻ സെർവറിൽ എന്താണ് ചെയ്യുന്നത്? ഇവർ വാലിഡേറ്റ് ചെയ്യും. ഇവർക്കുള്ള ഡേറ്റ വെച്ചിട്ട് ഇവർ വാലിഡേറ്റ് ചെയ്യും, ഓക്കെ ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പം വാലിഡേറ്റ് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു സീക്രട്ട് ഡിജിറ്റൽ കീ ജനറേറ്റ് ചെയ്യും. ഓക്കെ, അതൊരു കോഡിൻ്റെ ഫോമാറ്റിൽ അല്ലെങ്കിൽ ഒരു ടോക്കൺ ജനറേറ്റ് ചെയ്യും. ഈ ഒരു ടോക്കണിനകത്ത് നമുക്കൊരു ഹെഡർ കാണും, വിച്ച് ഇസ് ദ ടൈപ്പ് ഓഫ് ടോക്കൺ, സൈനിങ് ആൽഗോരിതം, പേലോഡ് കാണും, അതായത് ഡേറ്റ ഇൻഫർമേഷൻ അബൌട്ട് ദ യൂസർ, ആൻഡ് സിഗ്നേച്ചർ കാണും. എന്തുകൊണ്ടാണ്? ഇതൊരു ഒത്തൻറ്റിക് ആണ്, അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആണ് എന്ന് കാണിക്കാനായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ടോക്കൺ, ഇപ്പം യൂസറിന് ഒരു ടോക്കൺ റിസീവ് ചെയ്യും. ഈ ഒരു ടോക്കൺ എന്ന് പറയുന്നത് നമ്മൾ അടുത്ത് ടൈപ്പ് ചെയ്ത് നമ്മൾ വിടുമ്പോഴത്തേനും അത് റിസോഴ്സ് സെർവറിലോട്ടാണ് എത്തുന്നത്. നമ്മൾ ഒത്തൻറ്റിക്കേഷൻ സെർവറും റിസോഴ്സ് സെർവറും നമ്മൾ നോക്കിയായിരുന്നു. അപ്പം റിസോഴ്സ് സെർവറിലോട്ട് നമ്മൾ ഈ ഒരു ടോക്കൺ എത്തും. ടോക്കൺ എന്നിട്ട് നമ്മൾ നോക്കും ശരിയാണോ എന്ന്. ഈ ഓരോ ടോക്കണും 30 to 60 സെക്കൻഡ്സ് വാലിഡിറ്റി കാണും. അതിനനുസരിച്ച് ഇപ്പം നിങ്ങൾ ആ ഒരു സമയം കൊണ്ട് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും റിഫ്രഷ് ടോക്കൺ എന്ന് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒന്നുകൂടി ഇപ്പോൾ നമ്മൾ OTP ഒന്നുകൂടി ചോദിക്കത്തില്ല, അതുപോലെ നമ്മൾ കൊടുക്കും. അത് കഴിഞ്ഞേച്ച് ഇപ്പം ഇതൊരു സർട്ടൻ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കഴിഞ്ഞിട്ട് താനെ ബ്ലോക്ക് ആവും. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ടോക്കൺ അടിച്ചിട്ട് നമ്മൾ അകത്ത് കയറും. സോ വൺസ് ഈ ഒരു റിസോഴ്സ് സെർവർ ടോക്കണെ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയാണ് എഡിറ്റിംഗ്, ഇപ്പം നമ്മുടെ സെർവർ ഓപ്പൺ ആവും. അപ്പം നമുക്ക് ഡേറ്റ റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. പക്ഷേ എഗെയിൻ ഈ ഒരു സെഷനും ടൈം കാണും. യൂഷ്വലി ബാങ്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ബാങ്ക് ആപ്ലിക്കേഷൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് ടൈം കാണും. അത് കഴിഞ്ഞിട്ട് ഇത് താനെ ക്ലോസ് ആവും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇവിടെ ടോക്കൺ ബേസ്ഡ് API വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ API കീസ് പറഞ്ഞു പോയായിരുന്നല്ലേ. സോ API കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ APIs എന്താണെന്നൊക്കെ ഓൾറെഡി പറഞ്ഞു. API കീ എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി സെഷൻ കീ ഒക്കെ പോലെ തന്നെയുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മളുടെ API ക്ലയൻറ്റിലോട്ട് അസൈൻ ചെയ്യുന്നൊരു സംഭവമാണ് API കീ എന്ന് പറയുന്നത്. അതൊരു ആൽഫ ന്യൂമറിക് സ്ട്രിങ് ആണ്. അത് API കോളിൻ്റെ കൂട്ടത്തിൽ വരുന്നൊരു സംഭവമാണ് API കീ എന്ന് പറയുന്നത്. സോ API നമ്മൾക്കിതൊരു സംഭവം റിസീവ് ചെയ്യുമ്പോഴത്തേനും നമുക്കത് API കീ നമുക്ക് വാലിഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ APIs കീ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് യൂസേജ് ട്രാക്ക് ചെയ്യാനും മലീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് സാധിക്കും. ആൻഡ് API എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനീഷ്യലി പറഞ്ഞ HTTPയുടെ ബേസിക് ഒത്തൻറ്റിക്കേഷൻ അത്ര സേഫായിട്ട് തോന്നാത്തത് കൊണ്ടാണ് നമ്മൾ API കീസ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു API നമ്മൾ കോൾ ചെയ്യുമ്പോഴത്തേനും നമ്മൾക്കൊരു ആൽഫ ന്യൂമറിക്കൽ സ്ട്രിങ് ജനറേറ്റ് ചെയ്യും. ഈ ഒരു സ്ട്രിങ് വെച്ചിട്ടാണ് നമ്മൾ വാലിഡ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കുന്നത്. പക്ഷേ ദിസ് ഈസ് വെരി ഫാസ്റ്റ് ആൻഡ് ഈസി, എന്നാൽ ഇത് ഇൻസെക്യൂർ ആണ്. അപ്പം അത്രയാണ് നമുക്ക് നമ്മളുടെ API കീസിനെ പറ്റിയൊക്കെ പറയാനായിട്ടുള്ളത്.